എന്തോ പറ്റി? ഒന്നിനു പോണോന്നാ? മിക്കവാറും അത് തന്നെയായിരിക്കും. ചിരിക്കാതെ ഇങ്ങനെ അന്യം നിന്ന് പോണം. ചിരിക്കരുത്, വേണ്ട. നമ്മൾ എന്തിനാ ആവശ്യമില്ലാതെ ചിരിക്കണത്? കിറിയൊക്കെ അങ്ങനെ വരും, എന്നാലും ചിരിക്കരുത്. ഇത് ഹിൽ പാലസിൽ കൊണ്ട് വെക്കും ഞങ്ങൾ. ബ്രിട്ടീഷ് രാജ്ഞി വരുമ്പോൾ ഒന്ന് കാണിച്ചിട്ട് അവിടെ നമ്മൾ നേരെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. എന്നെ കൊഞ്ഞനെ കുത്തുവാ. മഴക്കാലം വന്നാലൊക്കെ ഇങ്ങനെ തന്നെ നിന്നോട്ടാ. ചിരിക്കല്ലേ, വേണ്ട, ആവശ്യമില്ല. നമ്മൾ വേണ്ട 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 നിൽക്കട്ടെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതങ്ങനെ നിന്ന് ബലം പിടിച്ച് ഞരമ്പ് പൊട്ടിയിട്ട് പുള്ളി കിടന്ന് പപ്പടവട സൗണ്ടാണ് നെഞ്ചിടിക്കുന്ന ഒച്ചേ. പപ്പടവട ചവക്കണ സൗണ്ട് ഇല്ല, ഹാർട്ട് ബീറ്റ്. ഇതിന് ഒരു അവസാനം ഇല്ലേ? നിനക്ക് തുടങ്ങാവടി. നീ തുടങ്ങാം. ചിരിക്കില്ലെന്ന് അങ്ങനെ നിക്കട്ടെ. ഞാൻ ഇങ്ങനെ തുടങ്ങും. നീ കട്ടറുമ്പില്ല അല്ലേ? കട്ടറുമ്പിന്റെ ഉണ്ടല്ലോ ഇത്. ചിരിച്ചാ വാങ്ങിക്കും. നോക്കിയോ Acer Pipes Damar Padar presented by Chunga Jewelry, co-powered by Chairman Chase and Kalyan Silks. Special partner Yes Sunlight. ആർട്ടുകാരെ വിളിച്ചിട്ട് ഇതാ ആ ചേട്ടനെ സെക്യൂരിറ്റി ചേട്ടനെ മാറ്റിയിട്ട് ഇവിടെ ഒരു ബോർഡ് ഇട്ട് കൊടുത്തിട്ട് ചിരിക്കരുത് ചിരിച്ച് ആവശ്യമില്ല. ഇനി എന്നെ തല്ലും. ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ നിക്കുന്ന ഒരു അലക്കുന്നതിന് നല്ല അങ്ങനെ തന്നെ നിക്കുന്ന. അതെ, നല്ല രസമുണ്ടല്ലോ ഞാനിങ്ങനെ നിക്കണാണ്. അപ്പൊ ചിലർക്ക് ഇനി ഇങ്ങനെ നിൽക്കേണ്ടി വരും, ഇങ്ങനെ നിൽക്കേണ്ടി വരും, എന്താന്നൊക്കെ വഴി അറിയാം. സോ ലെറ്റ്സ് വെൽക്കം എന്റെ ടീം മെമ്പേഴ്സ് ടു ഡമാർ പട്ടാർ. മുന്നോട്ട് വെച്ച് ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി ഡമാർ So once again welcome and you are watching Acer Pipes Damar Padar presented by Chunga Jewelry, powered by Kalyan Silks and Chairman Chayers and our special partner Sunlight. കിടുക്കൻ ഓഡിയൻസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടുന്നാ വരണേ? കാക്കനാട്. എന്ത് ചെയ്യാ നിങ്ങള്? ഞങ്ങള് മീഡിയ അക്കാദമി വിദ്യാർത്ഥികളാണ്. ഓൾറൈറ്റ്. അപ്പോ ഏത് ടീമിനെ വിളിക്കണ്ടേ? നിങ്ങൾ പറയുന്ന ആൾക്കാരെ മാത്രം ഞാൻ വിളിക്കും. ഇവിടുന്ന് വിളിക്കാം. അവിടെ വിളിക്കാം, അവിടെ ഒരെണ്ണം കൂടുതലില്ലേ? അപ്പൊ ആദ്യം ഐശ്വര്യമായിട്ട് നമുക്ക് നോബിച്ചേട്ടനെ തന്നെ വിളിക്കാം. പ്ലീസ് ഒറ്റയ്ക്ക് വന്നാ മതി. എന്താ പറയട്ടെ? സത്യമായിട്ടും പറയട്ടെ. ഏതായാലും ഞാൻ വിളിച്ചിട്ടുള്ളത് എന്തിനാന്നുണ്ടെങ്കിലേ ചെവി പറയണോ? ഞാൻ ചെവി പറഞ്ഞോട്ടെ. വിളിച്ചത് എന്തിനാന്നറിയോ? ഡാൻസ് കളിക്കാൻ. പക്ഷെ അത് കുഴപ്പമില്ല, ഇത്ര ചെയ്തൊക്കെ കേട്ടോട്ടെ. ആര് ഡാൻസ് കളിക്കാൻ? നേരത്തെ ഞാൻ ഡാൻസ് കളിച്ചു വന്നപ്പോ എന്തായിരുന്നു എന്റെ അടുത്ത് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണം, പുരാവസ്തു കേന്ദ്രത്തിൽ ചിലര് കൊടുക്കണം, എന്തൊക്കെയായിരുന്നു. അപ്പോ എന്താ ഗെയിം എന്നുണ്ടെങ്കിൽ അപ്പോ ഓഡിയൻസ് നിങ്ങളുടെ ടീമിനെയാണ് ആദ്യം വിളിച്ചിട്ടുള്ളത്. അപ്പോ ഒരിക്കലും ഇമേജ് കളയാൻ പാടില്ല, അവരുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ സപ്പോർട്ടിനായിട്ട് അവരെയും കൂടെ വിളിക്കുക അല്ലേ? ഓക്കെ, നിങ്ങൾ കൂടെ പോരെ. ക്യാപ്റ്റൻ വിഷമിക്കണ്ട. 5 പേര് ടോട്ടൽ, 5 പേർക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല. അപ്പൊ ആരൊക്കെയാണ് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ഫ്രീസ് ഡാൻസ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഞാൻ വന്നപ്പോ എനിക്ക് ഒന്ന് പണിയൊക്കെ ഇത്ര ഉള്ളൂ. 1 മിനിറ്റ് സമയമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് അലാം അടിക്കുമ്പോ നിങ്ങൾ അപ്പൊ ഫ്രീസ് ആവണം. ഇവരെ ചിരിപ്പിക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ്. അങ്ങനെ ഓരോരുത്തരെ ചിരിപ്പിക്കുക, ഔട്ടാക്ക. ഇവിടെ പെട്ടെന്ന് ആദ്യം ഉണ്ടാകൂടെ, ഇവിടെ ചിരി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നോബിച്ചിട്ടാ ടീം, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നന്നായി കളിക്കണേ. നന്നായി ഇറങ്ങി കളിക്കണം.
ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ഓരോരുത്തർക്ക് വരാം, വന്ന് ചിരിപ്പിക്കാം. ആ ഇതാര് പല്ല് കാണിക്കാൻ? നീ ആരാടാ ഭാഷ? ഇത്രയേ ഉള്ളൂ. അയ്യോ, ഒരു ബക്കറ്റ് വെള്ളം ഇത് സുധി, കൊല്ലം സുധി, കൊല്ലത്ത് ചിരിക്കാത്ത മനുഷ്യൻ എന്നുള്ള പുരസ്കാരം നേടിയിട്ടുള്ള സുധി ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ നിപ്പ് നിൽക്കുന്നത്. പക്ഷെ ഇത് വള്ളി പൊട്ടി നിൽക്കാൻ നിൽക്കുന്നു തോന്നണം അല്ലേ? സുധി നോക്കി എന്റെ മുഖത്ത് നോക്കടാ. ഇവിടെ വരടാ, ഇവിടെ മുഖത്ത് നോക്കടാ. ഈ ശാലിനടുത്ത് വരടാ. ശാല ചിരിക്കാൻ ബിംബി നിൽക്കുന്നത്. ഇതെന്താണ് ഇത് ചെറുതെന്നാണ്, ഇത്രേ ഉള്ളൂ, ഇത് ഇത്രേ ഉള്ളൂ എന്ന് കാണിച്ചൊക്കെയോ. അയ്യോ, ഞാൻ ആരാ ഗണപതി അല്ല ഇങ്ങനെ തൊഴുതു നിൽക്കാനായിട്ട്. നേരെ നോക്ക്, നേരെ നോക്കട്ടാ. കണ്ണ് നേരെ. ഇതെന്താണ് കണ്ണിന്റെ മുകളിൽ സൺഷൈഡ് പെയിന്റ് ചെയ്തിട്ടത്? ഇല്ല, ചിരിക്കണല്ല ഇത് ചിരിക്കണല്ല, അത് വിതുമ്പണതാ. അങ്ങനെ ചിരിക്കല്ല കുട്ടി അല്ലേ? മോളെ നേരെ നോക്കും മോളെ. ചുണ്ടിൽ മറുകൊന്നുമല്ല, ചിരിക്കില്ല. അങ്ങനെയാണോ അത്? വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടേക്കണ അമ്മ വന്നിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? അമ്മ മൂളി കേൾപ്പിച്ചിട്ടാന്ന്. വേണ്ട, അയ്യോ ഇത് കഴിഞ്ഞില്ലേ ചുണ്ടി. ബക്കറ്റ് വെള്ളം എടുക്കണടാ. ഫ്ലോറാണ്, ഫ്ലോർ ചമ്പാക്കിന്റെ കാര്യമില്ലട്ടാ. ഞാൻ ചെന്ന അവരാരും ചിരിക്കത്തില്ല. ഒന്നാമത് വൈരാഗ്യമായിട്ട് നിൽക്കും. ചിരിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചിരിച്ചാൽ മതി. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ചിരിക്കോ? സത്യം പറ, ചിരിക്കോ? മൂളന്ന് ഞാൻ കാത്തിരിക്കണം. ചിരിക്കുന്നു വേണ്ട. സത്യം പറ. ചിരിക്കാൻ എല്ലാവരും നോക്കി. തലയാട്ടി അതങ്ങനെ നിൽക്കട്ടെ. അയ്യോ, ഞാൻ ജയിച്ച് അനങ്ങാ പാറയായിരുന്നു. പാട്ട് കിടന്ന് ചിരിക്കുന്നില്ല സാധാരണ. ഇന്ന് വൈരാഗ്യം എന്നോട്. ഞാൻ ബാക്ക് നോക്കട്ടെ, ഇതെന്താ പറ്റിയെന്ന് നോക്കും. മറ്റേ മാർബിളിന്റെ പരസ്യം സഹായിക്കടാ, ഹെൽപ്പ് ചെയ്ത് ചിരിടാ. ചിരിടാ. ഞാൻ അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് ടീം സാജു ചേട്ടൻ, നെൽസൺ ചേട്ടനൊക്കെ പരിശ്രമിച്ചു നോക്കി, കുത്തി മറിഞ്ഞു നോക്കി. പക്ഷേ അതിൽ സുധി ചേട്ടനും വീണില്ല, പിന്നെ ഒരാളും കൂടെ വീണില്ലല്ലോ. നമ്മുടെ സ്വന്തം സ്റ്റെഫിയും വീണില്ല കേട്ടോ, സമ്മതിക്കണം. ഏറ്റവും ആദ്യം എന്നാ പഠിച്ചോ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു. ശരി, അപ്പൊ അടുത്ത ടീമിനെ നമുക്കൊരു വെൽക്കം ചെയ്യാം. റെഡി അല്ലേ? Your time starts now. ഇടയ്ക്ക് കളിക്കണം. ലോപിച്ചേട്ടൻ അവിടെ ഇരുന്നേ ചിരി തുടങ്ങി. അപ്പൊ ആരാ വരണേ? ഇത് പള്ളിച്ചന്തല്ല. എനിക്ക് പറയാൻ പോലും എന്നോട് ഡാൻസിലേക്ക് നീ പട്ടി അത് പറഞ്ഞല്ല ചിരിപ്പിച്ചിട്ട് ആരും മുഖത്ത് നോക്ക്. സത്യം ആരും മുഖത്ത് നോക്കില്ല, അതാണ് വിഷയം.
മുഖത്ത് നോക്കാം, ചിരിക്കായിരുന്നു മതി, മുഖത്ത് നോക്കാം. ഫേസിലേക്ക് നോക്കണേ, എല്ലാരും ഫേസിലേക്ക് നോക്കണം. മുഖത്ത് നോക്കണ, ചിരിക്കായിരുന്നു. ഫേസിലേക്ക് നോക്കണം, എല്ലാരും ഫേസിലേക്ക് നോക്കണം. യെസ്, ഐശ്വര്യ ഔട്ട്. ഭരതൻ ഔട്ടാക്കൂ. ഭരത ഞാൻ ഇങ്ങോട്ടുമ്പോ കൃഷ്ണമണി മേളിലോട്ട് കൃഷ്ണമണി ഇങ്ങോട്ട് വാ. സമാനോദേശി ശകലം ചിരിയണ ഇതിന്. തലയിളക്കി തലയിളക്കി ഞാൻ കണ്ണിൽ എന്റെ കൂടെ നിന്നൊരു പ്രതിമയെ ഞങ്ങൾ വ്യക്തി 20 നിന്റെ കൂടെ ഒരു പ്രതിമ ഉണ്ടെങ്കിലേ നോബി ചേട്ടാ, അടുത്ത ആൾക്ക് വിട്ടുകൊടുക്കാം. അതിനെ ഞങ്ങൾ ആ വാ വാ എഫ് ഇടണേ, എനിക്ക് മതി. സുധി 2 സ്റ്റെപ്പ്. ചിരിക്കല്ലടി, വേണ്ടടി, എന്തിനു ചിരിക്കുന്നത്? പണി പോയിരുന്നോ ചെല്ലു ചെല്ലു. ഇതന്ന് ഇങ്ങനെ വെറുതെ ചിരിയുണ്ട്. അന്ന് 2 സ്റ്റെപ്പ് കാണിരണ്ണ. 2 സ്റ്റെപ്പ് തള്ളക്കുടിച്ചോട്ട് സമയത്ത് എങ്ങനെ ചിരിക്കണേ? ഓക്കേ, അപ്പൊ ഇതിലും കഴിഞ്ഞിട്ടില്ല. ഈ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ ടൈ ആണ്. വീണ്ടും നെക്സ്റ്റ് റൗണ്ട്. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് യുവർ ടീം. കം ഓൺ. നോബി ചേട്ടൻ കളിക്കില്ല. നോബി ചേട്ടൻ കള്ളത്തരം കാണിക്കാം. ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதுடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா. ஒண்ணு ஆட போறேன்டா, ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா. സ്റ്റെഫി, കളിക്കണം, കളിക്കണം, കളിക്കണം. ടോമി ഇപ്പഴേ ഔട്ടായല്ല. സ്റ്റെഫി കളിച്ചോ. അതെ, അവിടെ ഔട്ട്. എഴുന്നേക്ക് എഴുന്നേക്ക്. Come on. ആ. ടിങ്ങിടിങ് ടിങ്ങിടിങ് ടിങ് 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 ടിങ്ങിടിങ് എന്റെ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് എനിക്കൊരു ഉമ്മ മതി. ഇത്ര പോരെ, പോയെ. ഓ. ചിരിച്ചു ഷോൾഡർ അനങ്ങി ഷോൾഡർ അനങ്ങി ഷോൾഡർ അനങ്ങി. അനങ്ങിയില്ലേ? പോടാ. ഈ ഒരു കുന്തവും വെച്ചിട്ട് മറ്റേ ആദിമനുഷ്യന്മാരുടെ പടയില്ലടാ സുധി. നിനക്ക് വേറെ വല്ല കംപ്ലൈന്റ് ഉണ്ടോ? ഫൈൽസോ അങ്ങനെ വല്ല? ഫുൾ ടൈം നീ എന്താ മുഖത്ത് നോക്കാത്തത്? എടാ എന്റെ മുഖത്ത് നോക്കടാ. അല്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കും നിങ്ങൾ. ഇത് എവിടെയാന്ന് സ്ഥലം എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ഈ ഭാഗത്ത് എവിടെയുണ്ട്, പിന്നെ റബ്ബർ തോട്ടമാണ്, പിന്നെ ബാക്കിയുള്ള സ്ഥലം. കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടാ. ഇയാൾക്ക് പോണം. ഇവിടെ ഇവിടെ കാണിച്ചെങ്കിലും മുഖത്തുള്ള എക്സ്പ്രഷനിൽ ഇവിടെ പോകണമെന്നുള്ളതാണ്. ഏതാ കറക്റ്റാർക്കാ പോകേണ്ടത്? സ്തുതി 2 പേർക്കും പോലും താല്പര്യമൊന്നും പോലും സ്തുതിക്കുന്നത്. എന്താ സ്തുതി? ഇതിൽ ആര് പോണം പറ? മുഖത്ത് നോക്കാത്ത നീ താഴ്ത്തു നോക്കണം. എന്താണ് നീ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് നോക്കിയാ? എന്നിട്ടും മുഖത്ത് നോക്കല. സുധിച്ചേട്ടാ നോക്ക്, ഷായ് ചേട്ടൻ നോക്കണം, ഫേസിലേക്ക് നോക്കണം, ഫേസിലേക്ക് നോക്കണം. ഇല്ലെങ്കിൽ ഔട്ട് ആവും. അത് അവൻ അപ്പോഴും ചിരിക്കും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. മുട്ടനാട് മൂത്രം കുടി കഴിയുമ്പോൾ ഉള്ള അവസ്ഥയെന്ന് നീ ചിരിക്കണ്ട. അടുത്ത ആൾക്ക് വരാം, അടുത്ത ആൾക്ക് വരാം. വാന്ന് പോയി. ലാസ്റ്റ് റൗണ്ടിൽ ഇനി നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ് കൂടെ കഴിഞ്ഞാൽ അറിയാൻ ആരായിരിക്കും വിന്നർ എന്നുള്ളത്. സോ റെഡി? പിന്നെ നോക്കാം. ഇല്ല, ఇంగ్లీషులోన దండ పెట్టనెప్పుడు తేట తెలుగులో మీకు వందనా క్రీము గట్ర పుయ్యలేదు ఎప్పుడు കളിക്കേ
కలిసెందను సెల్లు నంబరే లేదు నాకు అసలే డోర్ నంబరే మీకు ఇస్తలే సంత బాటిలే ముట్టనైన ముట్టలే సన్న జాజులంటే సెట్ మోసలే వేస్తారు హోటల్లో బొట్టు పెట్టి పిలిచిన దమ దమ దావతే పరుగు తీస్తలే డిస్కోలు బొక్కలు డబ్బులెట్టు కొట్టిన ఆమె తోపులోనే మెడమెడతలే ఎందుకంటే నేను పక్కా లోకల్ నేను పక్కా లోకల్ ശരി വേഗം വരൂ ചേട്ടൻ രണ്ടും കളി ഇക്കടി എന്റെ നെഞ്ചത്തോട്ടിരിക്കുന്നു നെഞ്ചിൽ എങ്ങും നോക്കരുത് ഇവിടെ കരാട്ട മത്സരം നടക്കും പഴയകാലത്തെ സീമ വെറുതെ പുതിച്ചേട്ടനെ അടി വിളിക്കുന്നേ വരില്ല നീ വരില്ല അടുത്ത ആളുടെ അടുത്ത് കൊടുക്കും അയ്യോ മുഖത്തേ നോക്ക എനിക്കറിയാൻ ചിരിക്കുന്നത് വെറുതെ 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 മുഖത്ത് നോക്കടി മുഖത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അവളെന്റെ മുഖത്ത് ആച്ചോട് ജയന്റെ രണ്ട് ആച്ചാട്ടോട് എന്നെ കൊണ്ട് തന്നെ നീ ജയിപ്പിക്കണം അല്ലേ അയ്യോ സമ്മതിക്കട്ടോ ഇവരുടെ ടീമിന് ഒരു വലിയ കൈ കൊടുക്കാം. ഈ കൂട്ടത്തില് കള്ളത്തരം കാണിച്ച ഒരാളുണ്ട്. ആരാ? സ്റ്റെഫി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു സ്റ്റെഫി. അപ്പൊ സ്റ്റെഫിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളക്കൊതി എടുത്താ കള്ളപ്പണി കാണിച്ചാ കള്ളത്തരം കളിച്ചു കഴിഞ്ഞാ ഒരു വലിയൊരു പണി കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ തന്നെയാ പറഞ്ഞ വലിയൊരു പണി കൊടുക്കുന്നു. അപ്പൊ വാ ഓടിയോ പാടോ കേട്ടോ സ്റ്റെഫി. ഞാൻ പറഞ്ഞില്ലേ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് റൗണ്ട് തുടങ്ങി ലക്ഷ്മി ഞാനൊരു ടെക്നിക് കാണിച്ചു ഇതിൽ ഞാൻ എന്തായാലും ചിരിക്കില്ല എന്ന് പറഞ്ഞ ആളാ. എന്ത് കള്ളക്കുതി എടുത്തേ? എന്താ എല്ലാരും ഇങ്ങനെ പറയണേ സ്റ്റെഫി? എന്ത് കള്ളക്കുതി എടുത്തേ പറ. ഞാൻ വിചാരിച്ചു അങ്ങനെ ഡാൻസ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് അറിയാതെ ഇങ്ങനെ ആയി പോയതാ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് എന്നോട് പറഞ്ഞു കൈ താത്തി ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കി. അവിടെയൊക്കെ ചതിയന്മാരാന്നേ, പുറത്തൊക്കെ ചതിയന്മാരിരിക്കണത്. അപ്പൊ ഒരു വലിയ പണി കൊടുക്കുന്ന നമ്മൾ പറഞ്ഞിരുന്നില്ലേ കള്ളക്കുത്തി എടുത്തോണ്ട് പണി കൊടുക്കാം. പണി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പാമ്പുകൾക്ക് മാളമുണ്ട് ആ പാട്ട് ഞങ്ങൾ ഇട്ടുതരാം. ഇപ്പൊ മ്യൂസിക്കലാണ്ട് കളിക്കാണ്ടിരിക്കണ്ട, അതിലെ കുഷ്ഠരോഗിയായിട്ട് അഭിനയിക്കണം. അത്രേ ഉള്ളൂ. കാരണം നേരത്തെ ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്തില്ലേ, അപ്പൊ ആ ഒരു അതിന്റെ ഒരു നോബി കുഷ്ഠരോഗം ഇവിടെ ഞങ്ങളുടെ ചായക്കട ഉണ്ട്. ഇവിടെ ചായക്കട വാർക്ക് വന്നോട്ടാ. അപ്പൊ ഞങ്ങൾ തിളച്ച വെള്ളം ഒഴിക്കും. ആയിട്ടില്ല എവിടെ നിന്നോ വന്നു ഞാൻ എവിടേക്കോ പോണു ഞാൻ എവിടെ നിന്നോ വന്നു ഞാൻ എവിടേക്കോ പോണു ഞാൻ വിളക്കുമരമേ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ സൂപ്പറായിരുന്നു. എവിടെ നിന്ന് പഠിച്ചു? സീരിയസ് ആയിട്ട് അടിപൊളിയായിരുന്നു. ഇത്രയും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു രോഗി ഞാൻ ആദ്യമായിട്ട് കണ്ടേ ചിരിച്ചോണ്ടൊക്കെ. എന്നാലും ആ ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക്. അപ്പൊ ഇതിലും ഈ ഒരു പെർഫോമൻസ് കഴിയുമ്പോ ഇതില് ഫ്രീസ് ഡാൻസില് വിന്നേഴ്സ് ആയിട്ടുള്ളത് നമ്മുടെ നെൽസൺ ചേട്ടൻ ടീം. യെസ്, എന്ത് ടാസ്ക് കൊടുക്കണേ നോബി ചേട്ടാ? എന്താ വേണ്ടത്? എന്ത് തരും? എന്ത് തരും? എന്ത് സ്വീകരിക്കും? എന്ത്? ഓക്കെ, എന്തും
നോക്കിച്ചേട്ടപ്പോ അങ്ങനെയായി എല്ലാം ക്ലിപ്പിൽ കണ്ടാ ഇതാണ് തരൂ നമുക്ക് ടാസ്ക് തരൂ പണിഷ്മെന്റ് തരൂ ഞങ്ങളൊരു പാട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൂച്ചക്കുരു മുക്ക് തിന്നണ പടത്തില്ല വാതാപി ഗണപതി. അതിൽ ക്ലാസിക്കൽ വരുമ്പോ വെസ്റ്റേൺ കളിക്കണം, വെസ്റ്റേൺ വരുമ്പോ ക്ലാസിക്കൽ കളിക്കണം. ഞങ്ങളുടെ കൂടെ കളിക്കാൻ പൂമ്പാറ്റ വരെ വന്നു. പൂമ്പാറ്റ വീണ്ടും എന്നാലെങ്കിലും ഒന്ന് ശരിയാവട്ടെ എന്ന് ഓർത്താ. കണ്ടില്ലേ നേരത്തെ കണ്ണനെ കണ്ടു വർണ്ണനെ കണ്ടു സഖി ഞാൻ കണ്ണനെ കണ്ടു സഖി വർണ്ണനെ കണ്ടു സഖി ഞാൻ കണ്ണനെ കണ്ടു സഖി തരുമൊരു വരം വിളികളിൽ തരം തനുവിൽ സുഖം പ്രിയതരം സമരിൽ കണ്ണനെ കണ്ടു സഖി. ഞാൻ ഇവിടെ രണ്ടുപേരുടെ ഫാൻ ആയി പോയിട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ടമാർപ്പടാറുള്ള ശരിക്കും ഫൺ പാക്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഒന്നൊക്കെ നമ്മൾ കണ്ടല്ലേ. ഹലോ എന്താണ് ചെയ്തോണ്ടിരിക്കണേ? ബിസ്ക്കറ്റും കാപ്പിയും കൊണ്ട് തന്നിട്ട് തിന്നോളാൻ പറഞ്ഞ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആക്ച്വലി നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവാൻ പോവാണ്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കല്ല വേണ്ടേ. അടുത്ത ഗെയിമിന്റെ പേരാണ് ക്ലിപ്പ് ലോക്ക്. ആർക്കൊന്നും മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ബിസ്ക്കറ്റ് കഴിക്കണ്ടേ. അതായത് മൊത്തം 5 പേര്, അതായത് ഓരോ ടീമിൽ നിന്ന് വരണം കളിക്കാനായിട്ട്. എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ ചായയിൽ മുക്കി കഴിച്ചില്ലേ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് നമ്മൾ വായിൽ കടിച്ചു പിടിക്കണം. കടിച്ചു പിടിച്ചിട്ട്, അതായത് ഒരാൾ ഇവിടെ നിൽക്കും, ഒരാൾ ഇവിടെ നിൽക്കും, ഒരാൾ സെന്ററിൽ നിൽക്കും, വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ 2 പേര് നിൽക്കും ഓപ്പോസിറ്റ് ആയിട്ട്. ആൻഡ് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിൽ വെച്ച് ഈ ക്ലിപ്പ് ഇങ്ങനെ കടിക്കുക, എന്നിട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് നടുവിൽ നിൽക്കുന്ന ആളുടെ വായിൽ കൊണ്ട് കൊടുക്കണം. ആരുടെ ഫോണാ? വൈഫിനെ വിളിച്ചു പറയാനാ. എന്തിനാ? ഞാൻ ഒരു അറ്റ കൈ പ്രയോഗിക്കാൻ പോവാണ്. എന്തെങ്കിലും അന്ന് പോയി കഴിഞ്ഞാൽ നീ നിന്റെ കാര്യം നോക്കി പോകണമെന്ന് പറയാനാ. ശുഭാപ്തി വിശ്വാസം അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പ അങ്ങനെ തുടങ്ങുമല്ലേ? Ready? Your time starts now. Up, up, up. അടുത്തേക്ക് വരാം. Yes, yes. വേഗം, വേഗം. വേഗം, വേഗം. That's the game. വേഗം ബിസ്ക്കറ്റ് കഴിച്ചു തീർക്കണം. ആഹാ. And biscuit.
കഴിച്ചു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഓപ്പോസിറ്റ് ടീമിനെ വിളിക്കാം. വരൂ. Your time starts now. വേഗം വേഗം. ബിസ്ക്കറ്റിന് വേദന എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ. കൈ യൂസ് ചെയ്യരുത്, കൈ യൂസ് ചെയ്യരുത്, കൈ യൂസ് ചെയ്യരുത്. പോയി 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 പോയി. ആദ്യത്തെ ഔട്ടാണ്. ബിസ്ക്കറ്റ് താഴെ വീണു. സാധിക ആദ്യത്തെ ബിസ്ക്കറ്റ് ഫുള്ള് കഴിക്കുകയാണ്. കട്ട പോസ്റ്റാണ് കേട്ടോ ബാക്കിയുള്ളവര്. സാധിക രണ്ടാമത്തെ ബിസ്ക്കറ്റ് കഴിക്കാൻ പോവാണ്. ഗോപിച്ചേട്ടൻ ലൈൻ ക്രോസ് ചെയ്യരുത്, ലൈൻ ക്രോസ് ചെയ്ത് ഔട്ട് ആവും. ലൈൻ ക്രോസ് ചെയ്യരുത്. അതൊരു ആർക്ക് കൊടുക്കണം എന്ന് അറിയണില്ല. അയ്യോ 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 അയ്യോ. കഴിച്ചു. യെസ്. മാൻവിയുടെ സെക്കൻഡ് ബിസ്ക്കറ്റ്, സാധികയുടെ തേർഡ് ബിസ്ക്കറ്റ്. ലൈൻ ക്രോസ് ചെയ്യരുത് നോബി ചേട്ടാ, ലൈൻ ക്രോസ് ചെയ്ത് ഔട്ട് ആവും. ഇവിടെ എല്ലാരും കണ്ട പോസ്റ്റാ. മാൻവിയുടെ തേർഡ് ബിസ്ക്കറ്റ്. ഷാലുവിന് ആർക്ക് കൊടുക്കണം മാത്രം അറിയില്ല. ഷാലു ഞാൻ ഫ്രീ ആട്ടോ. സാധിക, this is your fourth biscuit, right? Yes, സാധികയുടെ നാലാമത്തെ ബിസ്ക്കറ്റ്, മാൻവിയുടെ മൂന്നാമത്തെ ബിസ്ക്കറ്റ്. ലൈൻ നമ്പർ ക്രോസ് ചെയ്യരുത്. അയ്യോ. മാൻവി ഫോർത്ത് ബിസ്ക്കറ്റ് കഴിച്ചു. സാധിക ഫിഫ്ത്ത് വൺ. നോബി ചേട്ടാ ഒന്ന് കുനിഞ്ഞു കിടന്നോ. സത്യം പറഞ്ഞാ ബിസ്ക്കറ്റ് കഴിക്കേണ്ട ആൾക്കാർ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കുക. ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. പോയി വീണ്ടും പോയി. ഇവിടെ നോബി ചേട്ടൻ എന്താ കള്ളത്തിന് കാണിച്ചോണ്ടിരിക്കണേ? കൈയോട്ട് ബിസ്ക്കറ്റ് എടുക്കണം. കള്ളക്കുടിയാ. ലൈൻ നമ്പർ 2. കൈ യൂസ് ചെയ്യരുത്, കൈ യൂസ് ചെയ്യരുത്. സാധിക 8 ബിസ്ക്കറ്റ്. എന്താണ് അവിടെ എല്ലാരും ആർക്കോ ഇറോ എന്നൊക്കെ നോബിജിയുടെ ബിസ്ക്കറ്റ് കൈ കൊണ്ടെടുക്കാൻ നോക്കി. ഞാൻ കഴിയെടുക്കാം. ഞാൻ നോക്കിയപ്പോ അത് വീഴാൻ പോയി. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് എടുത്ത് നേരെ വെച്ചിട്ട് സത്യസന്ധമായിട്ട് ബിസ്ക്കറ്റിനോട് പറഞ്ഞോ എടാ ബിസ്ക്കറ്റ് അവിടെ ഇല്ല 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 അല്ല ഇവരെ നമുക്ക് എടുക്കാൻ പറ്റണ രീതിയിൽ ഇവരെടുത്ത് വെച്ച്. അപ്പൊ നമ്മൾ അങ്ങനെ പറ്റില്ല. നമുക്ക് മത്സരം അതിന്റെ റൂൾ അനുസരിച്ച് കളിയില് ഈ ഇത് കാണിക്കുമല്ലോ, ഉടായ്പ് കാണിക്കുന്നവർക്ക് അതിന് നോബിക്ക് നിങ്ങളൊക്കെ തള്ളിയിട്ടല്ലോ. ഇല്ലില്ല അത് ശ്രമിച്ചത് തന്നെ. ഇത്രയും ലളിതമായിട്ടുള്ള മനസ്സുള്ള ഈ നോബിച്ചേട്ടന് ആദ്യം തന്നെ ആ ഒരു ഉടായ്പൻ എന്നുള്ള അവാർഡ് എല്ലാരും കൊടുത്ത സ്ഥിതിക്ക് ആ ഒരു പണിയിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ബിസ്ക്കറ്റ് നൂത്ത് വെച്ചത് തന്നെയാണ്. നമ്മളെല്ലാം അങ്ങനെയല്ല എടുത്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതൊക്കെ പോട്ടെ പോക്കറ്റിൽ എടുത്തിട്ട് ബിസ്ക്കറ്റ് ആദ്യം എടുത്തു. ഓക്കേ അല്ലേ? യെസ്. അപ്പോ ഇവരുടെ സ്കോർ പറയുകയാണെങ്കിൽ മൊത്തം 17 ബിസ്ക്കറ്റ്സ് ആയിരുന്നു. ആൻഡ് നിങ്ങളുടെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 18. ഒരു ബിസ്ക്കറ്റ് എങ്ങനെ ആവുന്നേ? മോളെ മൈനസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ 27 എണ്ണം ആയതാണ്. ഈ സാധനത്ത് ഇവിടെ ഇങ്ങനെ വെച്ചോണ്ട് ഡാൻസ് ചെയ്യണം. അപ്പോ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ എന്ന് പറയാൻ പറ്റില്ല. ഈ ഗെയിമിലത്തെ നമുക്ക് ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ പേര് പറയാ? എല്ലാരും പറയണല്ലോ. ഒരിക്കൽ പറയൂ ഓഡിയൻസ് ഫ്രം യുവർ സൈഡ്. ഐശ്വര്യ. ഈ
ഈ CD വെച്ചു, ഞങ്ങളുടെ ഭക്തിഗാനമാണ്, അത് വീട്ടിൽ ചെല്ലുമ്പോൾ ഇട്ട് കേൾക്കണം. ഓക്കെ, സമ്മാനമുണ്ട്. എല്ലാ എപ്പിസോഡിലും ഐശ്വര്യ ഒരു സമ്മാനം കൊണ്ടേ പോകും കേട്ടോ. അതെല്ലേ? ആഹാ, അയ്യോ, ബിസ്ക്കറ്റിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന ഐശ്വര്യക്കായിട്ട് ഞങ്ങൾ സമർപ്പണ ടീമിന്റെ വക ഉറുമ്പരിച്ച് കൊല്ലുമായിരുന്നു. അപ്പൊ ഇതിലും കൺഗ്രാറ്റുലേഷൻസ് ടു ഐശ്വര്യ. പ്ലീസ് പ്ലീസ് ബി സീറ്റഡ്. അപ്പൊ ഓപ്പോസിറ്റ് ടീം ഇവർക്കുള്ള പണി ചൂടോടുകൂടി കൊടുത്തോളൂ. പണിഷ്മെന്റ് കൊടുക്ക്. മൂക്കില് ഇത് ഇവിടെ വെച്ചിട്ട് പുരുകത്ത് ഇവിടെ രണ്ടെണ്ണം വെച്ച് ഡാൻസ് കളിക്കുക. ഡാൻസ് ഭയങ്കര വേദന. ഒരു വേദനയില്ല, വേദന ഇല്ല സുധിച്ചേട്ടാ. போடுது ஐயவங்க இருக்கீங்க என்னையா செய்வீங்க எப்பயா செய்வீங்க சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போட்டுது என் வரண்டு வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது ஐயவங்க இருக்கீங்க என்னையா செய்வீங்க எப்பயா செய்வீங்க சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போட்டுது என் வரண்டு வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு போடுது கேமரன் வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது தாண்டி வரணும் மிதிக்க மீண்டு வரணும் மிதிக்க போக வரணும் கீழே முளைச்சு வரணும் சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போடுது ഇതില് വീണ്ടും ഒരാൾ കള്ളക്കൊതി എടുത്തു. കടന്നു വരൂ സുഹൃത്തുക്കളെ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി എറിഞ്ഞു വീഴ്ത്താം, കറക്കി വീഴ്ത്താം, എങ്ങനെ വേണമെങ്കിലും വീഴ്ത്താം. ആരൊക്കെ കറങ്ങും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരി, അപ്പൊ അടുത്ത ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണാറില്ല ഇങ്ങനെ കറക്കാൻ പറ്റണേ. പക്ഷെ ടമാർ പടാറിന്റെ ഈ ഫ്ലോറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാള് സെന്ററിൽ നിൽക്കണം. സെന്ററിൽ നിന്നിട്ട് ഇത് ഇങ്ങനെ വെക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഗെയിമിന്റെ പേരാണ് റിംഗ് മാസ്റ്റർ. എങ്ങനെയാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടുപേര് അവിടെ നിൽക്കും, ഓപ്പോസിറ്റ് ഇവിടെയും രണ്ടുപേര് നിൽക്കും, നടുവിലാണ് നമ്മുടെ നായകൻ നിൽക്കേണ്ടത്. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. പുള്ളിക്ക് ഇങ്ങനെ ചാടി ഓടി ഒക്കെ ഇതിൽ ഓരോന്നിലും കളക്ട് ചെയ്യാൻ മതി. ഓക്കെ, പക്ഷെ നടുക്കുന്ന മാറാൻ പാടില്ല. സാധിക ഇപ്പോഴേ കളിച്ചു തുടങ്ങിയോ? എനിക്കൊരു ഡൗട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഭയങ്കര ഫാസ്റ്റ് ആയ ഈ ടീം തന്നെ ആദ്യം വരട്ടെ അല്ലേ? ഓക്കെ, സാധിക ടീം. അപ്പോ സാധികയാണ് സെന്ററിൽ നിൽക്കാൻ പോകുന്നത്. ഇത് ഫുള്ള് ക്യാച്ച് ചെയ്യാൻ പോകുന്ന സാധികയാണ്. അപ്പോ സോ ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ. എനിക്ക് അങ്ങോട്ട് തിരിയാം. ലൈൻ നോക്കണേ. ഒരെണ്ണെങ്കിലും പതുക്കെ ഒരു മയത്തിലൊക്കെ ഇടാട്ടോ. വേറെ കളേഴ്സ് എടുക്കാം. പോയത് കുഴപ്പമില്ല. തിരിയടാ. ഒരാളറി ഒരു പതുക്കെ നിങ്ങൾ റോക്കറ്റ് അല്ല വിടുന്നേ, പതുക്കെ. ഓ ജസ്റ്റ് മിസ്. എന്തോ ആടോ ശത്രുവിനോട് പെരുമാറുന്ന പോലെ പെരുമാറണേ. അല്ല സാധിക, ശത്രുവിനോട് പെരുമാറുന്ന പോലെ ഇവര് പെരുമാറണേ. സാധികയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഇതിന് സ്നേഹം കളിച്ച് പ്ലീസ്.
തിരിഞ്ഞോ? തിരിഞ്ഞോളൂ. ഓക്കെ, ടോട്ടൽ 5 അല്ലേ? 5 റിംഗ്സ് റിംഗ് മാസ്റ്ററിൽ കളക്ട് ചെയ്തു. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്. സാധികയ്ക്ക് വിഷമമുണ്ടല്ലേ? 5 ഒന്നുമല്ല. 1 2 3 4 5 2 പിങ്ക് താഴെ പോയിരുന്നു. അത് രണ്ടും ഞാൻ കളക്ട് ചെയ്തു. അത് രണ്ടും ഞാൻ പെറുക്കി എടുത്തു. 5 ഒന്നുമല്ല, എല്ലാം കൂടെ എനിക്ക് 12 എണ്ണം 13 ഇല്ലടാ, എണ്ണം. ഇല്ലടാ. 12 പിടിക്കാൻ പറ്റും. അത്രല്ല 16 ഉണ്ട്. അവിടെ പോയി ഇരിക്കണം. ഫസ്റ്റ് വീണത് ഒരു പച്ചയാണ്, ആദ്യം വീണത്. ഞാൻ അറിഞ്ഞത് ആദ്യം വീണത്. ഇത് രണ്ടാമത് വീണ പച്ചയാണ്. നോബിച്ചേട്ടന് ഇഷ്ടമുള്ള പച്ചയും മഞ്ഞയൊക്കെ പറക്കിയെടുത്തോ? 12. ഇത് 5 അല്ലേ? ഇത് 5. ആദ്യം 2 എണ്ണം വീണു. ആദ്യം 2 എണ്ണം വീണ പിങ്ക് അല്ല, ഞാനാണ് പച്ച. എടുത്തത്. പച്ച പച്ച. അതെ അല്ലേ? 2 എണ്ണം പച്ചയാ. അപ്പൊ ഈ പിങ്ക് ഞാൻ താഴെ ഇട്ടോട്ടെ. ഇത് ഞാൻ താഴെ നിന്ന് പറക്കിയെടുത്തത്. 2 പച്ച എടുത്താൽ മോളെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, തമാശ ശരി, കളിക്കല്ല. okay. ആദ്യം ഞാൻ അറിഞ്ഞിട്ടൊരു പച്ചയാണ്. ഓക്കെ. അതിനാകെ 2 എണ്ണം താഴെ പിള്ളേർ 2 എണ്ണം എടുത്താൽ പോരെ? 2 എണ്ണമല്ല, എനിക്ക് എല്ലാം കൂടെ 7-8 എണ്ണം പിടിച്ചു. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഒരു 12 എണ്ണം നിങ്ങളെ കൂടെയുള്ള ഞാൻ 4 എണ്ണം കളഞ്ഞു. എനിക്കറിയില്ല. 7 കറക്റ്റാ. ഒരു കാര്യം ചെയ്യാം. നേരത്തെ അബദ്ധവശാൽ നേരത്തെ ഞാൻ ടോട്ടൽ 5 എണ്ണായിരുന്നു. 2 പിങ്ക് താഴെ നിന്ന് പറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ താഴേക്ക് ഇട്ടിട്ട് 2 പച്ച എടുത്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് എങ്ങനെ എണ്ണീട്ട് 1 2 3 4 5 അല്ലല്ല, തമാശ അല്ല, തമാശയല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ സീരിയസ് അല്ല. എടുത്തോടാ. അല്ലല്ല, അങ്ങനല്ല, നമ്മൾ ക്ലിയർ അത് നോക്കണം, നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അല്ലെ പിന്നെ മത്സരിച്ചിട്ട് കാര്യം. ഞാൻ ഒറ്റ ഗെയിമിന് ഞാൻ ഇതുവരെ വഴക്കൂടാത്ത ഒരാളാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ പച്ചയാണ്. ഞാൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. തമാശയല്ലടാ. ഒരു തമാശയല്ല, അല്ല ഒരു തമാശയല്ല, ഒരു ഞാൻ ഇന്ന് വരെ ഇവിടെ ഒരു ഗെയിം കളിച്ചിട്ട് ഞാൻ വഴക്ക് കൂടിയിട്ടില്ല. അല്ലല്ല പറയട്ടെ, ഞങ്ങൾ ഇത് തർക്കിച്ചില്ലല്ലോ. ഞാൻ തർക്കിച്ചല്ല. അല്ല, നിനക്ക് കളിക്കാൻ വയ്യ. ഞാൻ പോലെ നിങ്ങൾ 5 പേരില്ലേ, നിങ്ങൾ ചെയ്തൂടെ? പ്ലീസ് ഒന്നായിരിക്കും. നിങ്ങൾക്ക് വേണ്ട വേണ്ട വേണ്ട, ഒന്നായിരിക്കും മോനെ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അല്ല മൈക്ക് ഇയാൾ എവിടെ പോയി? അല്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. പിന്നെ 7 ചെക്ക് ചെയ്ത് നോക്കാൻ പറ. അല്ല അത് 7 അത് പോട്ടെ, ചെക്ക് ചെയ്ത് വിട്ടാ. കണ്ട ആരെങ്കിലും ചോദിച്ചു, അവർ എത്ര പേര് കണ്ടു ഇവിടെ? അവരോട് ചോദിച്ചു നോക്ക്. ഞങ്ങൾ സമ്മതിച്ചില്ലടാ. പിന്നെന്താണ് നിനക്ക്? സമ്മതിച്ചു. അല്ല പിന്നെന്താ? എല്ലാരും സമ്മതിച്ചല്ലേ? പിന്നെന്താ? പിന്നെ അവനെ അതും പറഞ്ഞു നിനക്ക് കളിക്കാൻ വേണ്ടി കളിക്കണ്ട. ഇവിടെ പല ഗെയിം അണ്ണ ഉടക്കിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഞാൻ ഉടക്കുന്നത് കാര്യം ഉണ്ടായിട്ട് ഉടക്കുന്നത്. നമ്മൾ ചുമ്മാ തമാശക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉടക്കി എടുക്കൊണ്ട്. ഞാൻ പറയട്ടെ, നടക്കണ്ട ചെയ്യണ്ടേ? ഇത് ഇവിടെ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യ്, ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടമല്ല, നീ മാറണം. അത്രേ ഉള്ളൂ. ഞാൻ മാറിക്കോളൂ. അല്ല പിന്നെ ഞാൻ സീരിയസ് മോളെ ഞാൻ ശ്രദ്ധിക്കണം. ഒന്ന് ചെക്ക് ചെയ്യാമോ? ചെക്ക് ചെയ്യണം. ആരെങ്കിലും ചെക്ക് ചെയ്യണം. അവൻ പോട്ടെ. പോട്ടെ നിങ്ങൾ. നോബി, ഇത് തീർത്തിട്ട് പോണ്ടേ? നീ നോക്കടേ, ഇത് തീർത്തിട്ട് പോണ്ടേ? എന്നാ നിങ്ങൾ തീർത്തിട്ട് പോ. ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളെല്ലാം കണ്ടോണ്ടിരിക്കുമല്ലോ ഇതല്ല. അല്ല ഇപ്പൊ എത്ര സമയം എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? നീ ആണ് ഫസ്റ്റ് പിടിച്ചത്, നീ കണ്ടല്ലോ അത്. അപ്പൊ പിന്നീട് ഒരു പിങ്ക് എന്നിട്ട് പിന്നെ തമാശ കളിക്കാൻ വേണ്ടിട്ട്, പിന്നെ നമ്മളെ കളിയാക്കാൻ വേണ്ടിട്ട് എന്നാ 2 പെങ്ക് ഇട്ട് ഞാൻ അത് ചെയ്തേ ശരിയല്ല കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. നമ്മൾ അവൻ സീരിയസ് ആയിട്ട് സംസാരിച്ചു പിന്നെ എത്ര അവൻ ചൂടാതി. ഞാൻ ഇന്നേ പറ, ഞാൻ സുബീഷ് ആളെ ഇവിടെ ഞാൻ ഇന്നേ പറ ഏതെങ്കിലും ഒരു കണ്ടിട്ടുണ്ട്. സീരിയസ് ആയിട്ട് സംസാരിച്ചു അവിടെ കോമഡി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുവാ അവർ അത്ര സീരിയസ് ആണെന്ന് പറഞ്ഞാൽ കളിയല്ല, തമാശ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പം ഇയാൾ പിന്നെ അവിടെ നിന്ന് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചതാണ്. നിങ്ങൾ ചെയ്യും, കുഴപ്പമില്ല. അവിടെ എന്റെ ടീമിൽ 5 പേരുണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡ് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഒരു എപ്പിസോഡ് ഞാൻ അടുത്ത ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയാം, എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വഴക്കൂടാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞത്. അല്ല, നമ്മൾ അത്ര നമ്മൾ പറഞ്ഞപ്പോ കളിയാക്കുന്നത് 2 പച്ച ഇട്ടിട്ട് 2 പച്ചയായിട്ടാണ് ഒരു പച്ച. അത് എനിക്ക് എണ്ണി അവനായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന അവൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമെന്ന് സംസാരിച്ചിരിക്കുക. അപ്പൊ അവിടെ കോമഡി ഉണ്ടാക്കുന്നുണ്ട്. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ
അത് അതനുസരിച്ച് ചെയ്ത് നിൽക്കണം. അറിയോ, അവൻ സീരിയസ് ആണ്, അവൻ്റെ മോൻ കാണാൻ പറഞ്ഞോളൂ സീരിയസ് ആണെന്ന്. അപ്പോൾ പിന്നെ ഇയാൾ കോമഡി ഉണ്ടാക്കാൻ പോയത്. പിന്നെ അതൊന്നും നമ്മളൊന്നും അതും ശരിയൊന്നുമല്ല അങ്ങനെ ഒന്നും കാണിക്കുന്നത്. എല്ലാവരും എപ്പോഴും കളിയാക്കുന്ന രീതി സംസാരിച്ചോണ്ടിരിക്കും. ഇതിന് മാത്രം കളി തമാശക്ക് മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ആരും അങ്ങനെ രീതി സംസാരിക്കും. എനിക്ക് എന്റെ ഇന്നിയറിൽ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്. എന്റെ ഇന്നിയറിൽ എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഞാൻ 2 പിങ്ക് താഴേന്ന് എടുത്തത്. ഇത്രയും നാളും വൃത്തിയായിട്ട് പോയതാണ്. ഇപ്പൊ ഈ എടുക്കാൻ എനിക്ക് അതൊന്നുമില്ല. ഫസ്റ്റ് ടൈം തന്നെ എടുത്തു വെച്ചാ ഫൺ എലമെന്റിൽ പോണം എന്ന് പറയാറുണ്ട്. പിന്നെ അനൂപ് ഒരു കാര്യം, അനു ഓരോന്ന് പറയുന്നത് അത് ഇതുപോലെ ചെയ്യാണ് അവിടെ പറയുന്നത് അതുപോലെ അങ്ങ് പറയാം. പക്ഷെ ഇവിടെ ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് അവൻ സീരിയസ് ആയിട്ട് ചെയ്യുക പറയുക എന്നുള്ളൊരു 1000 വട്ടം ഞാൻ അവൻ പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് അവനെ കളിയാക്കുന്ന രീതിയിൽ അതാണ് ഇത്രയും വയലൻ്റായ അവന്റെ സ്വഭാവം എനിക്കറിയാം. ഇവിടെ കളിയാക്കേണ്ട ഇതിൽ എന്ത് കാണിച്ചാ അയാൾ ആദ്യമേ എടുത്ത് വെച്ചത് ഏതാ ഇത് വീണ പറഞ്ഞു നമ്മൾ കണ്ടല്ലേ ആദ്യം വീണ പച്ചയായിരുന്നു. ഇതിപ്പോ നിങ്ങൾ ഇത്ര വരുന്ന റൈസ് എന്തോ ഇത് ഇത്ര നാളും വൃത്തിയായിട്ട് പോയതല്ലേ ഇത്. നല്ല റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി പോയിട്ട് പിന്നെ ഇപ്പം അല്ല ഞാൻ പറയണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു ചേഞ്ച്. മാറണം അതേ ഉള്ളൂ, അതാണ് കറക്റ്റ്. ആയിക്കോട്ടെ, മാറണം അത്രേ ഉള്ളൂ. കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇയാൾ മാറണം അത്രേ ഉള്ളൂ. പിന്നെ അല്ല ഞാൻ മാറണമെങ്കിൽ ഞാൻ പറയാം, എനിക്കൊരു പ്രോബ്ലം ഇല്ല. അത് ആദ്യം പറഞ്ഞില്ല, നമ്മളെല്ലാം പറഞ്ഞില്ലേ അത് ആയിക്കോട്ടെ ഏഴെണ്ണം ആയിക്കോട്ടെ നമ്മൾ പറഞ്ഞില്ലേ എത്ര നേരം പറഞ്ഞു. ഇത്തവണ ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അനുപേട്ടൻ എന്റെ അടുത്ത് പേഴ്സണലി അത് പലതും പറയും. ശരി അവന്റെ സ്വഭാവം ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എല്ലാവരും ഈ ഫാമിലിയിൽ ഒരുപാട് നാളായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഈച്ച് ആൻഡ് എവറി പേഴ്സന്റെയും സ്വഭാവം എന്താണെന്നറിയാം. എനിക്കത് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഈ ഒരു ഫാമിലിയിലേക്ക്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അടുത്ത് ഗെയിം ടൈമിൽ ഞാൻ ഭയങ്കര സീരിയസ് ആയി പോകുന്നുണ്ട് ഔട്ട് കണ്ടിട്ട് എന്ന് അനുപേട്ടൻ എനിക്കൊരു കമന്റ് തന്നിരുന്നു. സോ ഫുൾ ടൈം ഗെയിമിന്റെ ഇടയിലാണെങ്കിലും നമ്മൾ തമാശയാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അവിടെ പോയിട്ട് നോബിച്ചേട്ടനോട് ഫുള്ളാവാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അവസാനം അവിടെ സെന്ററിൽ കിടന്നിട്ട് ഫുള്ളാവോ നിങ്ങൾ കളിക്കുകയാണോ തന്നെ അപ്പോഴും ഞങ്ങളും അതന്നെ വിചാരിക്കണേ. കാരണം ഇത് പ്രീ പ്ലാൻ ഡ്രാമയാണെന്ന് വിചാരിക്കണേ. വെറും പന്ന പരിപാടിയാണ് കാണിക്കുന്നത് കേട്ടോ. പറഞ്ഞേക്കാം ഞാൻ അവനെ നോബി ഇല്ല, ഞാൻ നോബി എടുത്തല്ലേ, ഞാൻ നോബി എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വിടും തന്നെ, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അടിപൊളി. ഇനി ഇത് എയർ ചെയ്യുമ്പോ ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് ഇതൊക്കെ എയർ ചെയ്തോണ്ടിരിക്കും, മീൻസ് ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ആയിരിക്കും. ആക്ച്വലി ഇത് അറിയാതെ വന്നു പോയ പോലെ അവൻ പറഞ്ഞാൽ ലക്ഷ്മി മാപ്പ് പറഞ്ഞാൽ അവൻ ചെയ്യുള്ളൂ. ആയിക്കോട്ടെ. അതിനു മുമ്പ് എനിക്ക് അനുപേട്ടൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്തവണ അനുപേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു ഗെയിമിന്റെ ഇടയിലും, അതായത് ഗെയിം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീരിയസ് ആവരുത്, മീൻസ് അത് കോമഡി അല്ല, ഞാൻ കുറച്ച് സീരിയസ് ആവുന്നുണ്ട് ഗെയിമിന്റെ ഇടയിൽ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഫണ്ണാക്കി എടുക്കാൻ ഈവൻ ഞങ്ങൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഇത് പ്ലാൻഡ് ആണോ ഡ്രാമയാണോ ഞങ്ങൾക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല. ആയിക്കോട്ടെ, പക്ഷേ മനസ്സിലാക്കണോടോ ഒന്നും നിർത്തണം. ഒരു കാര്യം ഞാൻ 1000 വട്ടം പറഞ്ഞു. അല്ല ലക്ഷ്മി ഒരു മിനിറ്റ്, ഞാൻ അനുപേട്ട ഞാൻ എന്ത് ഇത്ര വലിയ സംസ്ഥാപരാധം ചെയ്യും? ഞാൻ സോറി പറയാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടിരിക്കണം. അത് വീണ സ്പോട്ടിൽ വെച്ച് അവിടെ നിന്ന് എടുത്തത് അതെനിക്കറിയാം. യെസ്, എന്റെ ഇന്നിയറിൽ എനിക്ക് ഇൻസ്ട്രക്ഷൻ വന്നു. അതായത് ഞാൻ താഴെ മീൻസ് ഇത് താഴെ വീണപ്പോ 2 പിങ്ക് എടുക്കാൻ എന്റെ അടുത്ത് പറഞ്ഞു. അവർക്ക് നല്ല പോലെ മനസ്സിലായി. ഇതുവരെ അവൻ ഇങ്ങനെ തർക്കിച്ചിട്ട് അത് ഓക്കെ അപ്പൊ ഞാനിനി സോറി പറയണം. ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയ തമാശകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ഒരു ചെറിയ അങ്ങനെ ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുണ്ട്. ഇവര് വിളിച്ചിടത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അതാണെങ്കിൽ അത് അതിനേക്കാളും വലിയ എക്സ്ട്രീം അല്ല. ഞാൻ ആ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. എന്താ പറയാ, ഞാൻ കാരണം ഇറ്റ്സ് എ ഗെയിം അല്ലേ, വിളിച്ചിടത്തേക്ക് വരുന്നു എന്നുള്ളത്. പോട്ടെ
നിങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം പറഞ്ഞു ഓക്കെ അത് ഓക്കെ ലക്ഷ്മി 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 എന്റെ സജ്ജന്റെ ഈശ്വര ഭഗവാനെ നന്നായി കളിക്കാൻ പറ്റണേ ഓർമ്മയില്ല പറന്ന് അങ്ങോട്ട് പോണ് പറന്ന് ഇങ്ങോട്ട് വരുന്നു സാരി ഉടുക്കത്തില്ലേ ആ സാരി ഏകദേശം എത്ര മീറ്റർ ഉണ്ടെന്ന് അറിയോ ആദ്യം സാരി എടുക്കാൻ വരുന്നത് ഫസ്റ്റ് വീണത് ഒരു പച്ചയാണ് ആദ്യം വീണത് ഇത് രണ്ടാമത് വീണ പച്ചയാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വഴക്കൂടാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞത് അല്ല നമ്മൾ അത്ര നമ്മൾ പറഞ്ഞപ്പോ കളിയാക്കുന്നത് അവൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു അപ്പൊ ഞാനിനി സോറി പറയണം ഞാനാണ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഐ എം റെഡി ടു ചേഞ്ച് ഞാൻ പോയി സോറി വാ വാ വാ